കാസർകോട്ട് പോയാൽ അവിടെ നോർത്ത് മേഖലയിലും ഫുട്ബോൾ കളിക്കിടയിൽ കറന്റ് പോകില്ല. കർണാടക മുഖ്യമന്ത്രി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഫോണിൽ വിളിച്ചു. കർണാടക ഭാഗത്തെ പ്രസരണ ലൈൻ തകരാർ പരിഹരിക്കും. നേരത്തെ പ്രസരണ ലൈനിൽ ഉണ്ടായ തകരാർ മൂലം വൈദ്യുതി ലഭിക്കുന്നത് തടസ്സപ്പെട്ടിരുന്നു. ഇതോടെ കാസർഗോഡ് നോർത്ത് മേഖലയിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ വൈദ്യുതി മന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ നേരിൽ വിളിച്ചപ്പോൾ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. സുനിഷ അയ്യലൂർ വിവരങ്ങൾ നൽകും. സുനിഷ, അപ്പോൾ ആ നാട്ടുകാർക്കും ടെൻഷനില്ലാതെ കറന്റ് പോകുമെന്നുള്ള ആധിയും പേടിയുമില്ലാതെ കളി കാണാം. ഉറപ്പായിട്ടും ഷിഹാസ്, നേരത്തെ ഈ ഫുട്ബോൾ കളിക്കിടെ കറണ്ട് പോകില്ല എന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും കാസർഗോഡ് ഈ കർണാടകയിലെ സബ്സ്റ്റേഷനിലെ ചില പ്രസരണ ലൈനിലുണ്ടായ തകരാർ മൂലം വൈകിട്ട് 5 മണി മുതൽ ഇന്ന് വൈദ്യുതി ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നുള്ളത് KSEB നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പായി നൽകിയിരുന്നു. പക്ഷേ ഫുട്ബോൾ കളിയാണ്, സ്വാഭാവികമായും ആളുകളുടെ പ്രതിഷേധമെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കർണാടക മുഖ്യമന്ത്രിയെ മന്ത്രി സണ്ണി ജോസഫ് നേരിട്ട് വിളിച്ച കാര്യങ്ങൾ പറയുകയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള പ്രസരണ ലൈനിന്റെ സുരക്ഷിതത്വവും ഗ്രിഡ് സ്ഥിരതയും എല്ലാം ഉറപ്പാക്കണമെന്നും താൽക്കാലിക ലോഡ് നിയന്ത്രണം അനിവാര്യമായി വരും. അതുകൊണ്ട് തന്നെ കർണാടക ഭാഗത്തെ പ്രസരണ ലൈൻ തകരാർ പരിഹരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഏതായാലും പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ആവേശത്തോടെ ആഘോഷത്തോടെ യാതൊരു ടെൻഷനും ഇല്ലാതെ കൂളായി കളി കാണട്ടെ. അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. സമയം 10:30 ആയിട്ടുണ്ട്. 12:30 കൃത്യം മത്സരം ആരംഭിക്കും.